What is business analytics? What are its main types? Business analytics means using data and statistical methods to study past business performance to make better decisions in the future. അപ്പോൾ എന്താണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റാസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, മോഡൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മുമ്പത്തെ ബിസിനസ് പെർഫോമൻസ് കണ്ടുപിടിക്കുകയാണ്, അനലൈസ് ചെയ്യുകയാണ്. അതിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്? ഫ്യൂച്ചറിൽ ബെറ്റർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. Its three main types are descriptive analytics, predictive analytics and prescriptive analytics. മൂന്നെണ്ണമാണ് ഉള്ളത്. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് പറഞ്ഞാൽ ടെൽ അസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, എന്താണ് പാസ്റ്റിൽ ഉണ്ടായത്, എന്താണ് ഹാപ്പൻ ചെയ്തത് എന്നാണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിൽ പറയാം. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ടെൽസ് അസ് വാട്ട് ഇസ് ലൈക്ലി ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സിൽ പറയുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് സജസ്റ്റ് ദ ബെസ്റ്റ് ആക്ഷൻ ടു ടേക്ക്. അപ്പോൾ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിൽ പ്രിസ്ക്രൈബ് ചെയ്യണം, അതായത് ഒരു നല്ല ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബെസ്റ്റ് ആക്ഷൻ എടുക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. State the three axioms of probability. The three rules or axioms of probability are: the probability of any event must always be a positive number or zero. It can never be negative. അപ്പോൾ എന്താവാൻ പാടില്ല, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സീറോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും, അതൊരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല എന്നാണ് പറയുന്നത്. The probability of the entire sure event or sample space is always equal to 1. അതായത് ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എൻറ്റയർ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റെഡ് ബോൾ ഉള്ള ഒരു ബാഗാണ്, ഒരു ബാഗിൽ ഒരു 10 റെഡ് ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും ചോദിച്ചാൽ നമുക്ക് അത് ഏതെടുത്താലും റെഡ് തന്നെ കിട്ടുക. അപ്പോൾ അതൊരു ഷുവർ ഇവൻ്റാണ്. നമ്മളതിൽ ഏത് ബോൾ എടുത്താലും നമുക്ക് എന്താ കിട്ടുക, റെഡാണ് കിട്ടുക. അതിനെയാണ് നമ്മൾ ഷുവർ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷുവർ ഇവൻ്റ് ആണെങ്കിലും അതിൻ്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അതേപോലെ സാമ്പിൾ സ്പേസിലെ എല്ലാ ഇവൻറ്റും ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് കിട്ടും, 1 കിട്ടും എന്നാണ് പറയുന്നത്. If two events cannot happen at the same time, the probability of either happening is the sum of their individual probabilities. എന്താണ്, if two events cannot happen at the same time, 2 ഇവൻറ്റ്സിന് സെയിം ടൈം ഹാപ്പൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ the probability of the either happening is the sum of their individual probabilities. അപ്പോൾ ഇത് ഏതെങ്കിലും ഹാപ്പൻ ചെയ്യുന്നത് പറയുന്നത് ഇതിൻ്റെ സം, ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസിൻ്റെ സം ആയിരിക്കും എന്നാണ് പറയുന്നത്. Distinguish between independent events and dependent events. Independent events are events where the happening of one event does not change the probability of the other event happening. എന്താണ് പറയുന്നത്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഇവൻറ്റ്സ്, ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മറ്റേ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയിൽ അത് ചേഞ്ചസ് വരില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ടോസിങ് 2 സെപ്പറേറ്റ് കോയിൻസ്, 2 സെപ്പറേറ്റ് കോയിൻസ് നമ്മൾ ടോസ് ചെയ്യാണ്, അത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പം മനസ്സിലായില്ലേ, അതായത് ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്തു എന്ന് വെച്ചിട്ട് മറ്റേ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയിൽ അതൊരു ചേഞ്ചസും വരത്തില്ല. ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആർ ഇവൻറ്റ്സ് വേർ ദ ഹാപ്പനിങ് ഓഫ് വൺ ഇവൻറ്റ് ചേഞ്ചസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ നെക്സ്റ്റ് ഇവൻറ്റ് ഹാപ്പനിങ്. അതായത് ഒരു ഇവൻറ്റിൻ്റെ ഹാപ്പനിങ് എന്ന് പറയുന്നത് ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്തു, അപ്പോൾ അടുത്ത ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റി ഇത് കാരണം മാറാം എന്നാണ് പറയുന്നത്. ഡ്രോയിങ് എ കാർഡ് ഫ്രം എ ഡെക്ക് ആൻഡ് നോട്ട് റീപ്ലേസിങ് ഇറ്റ് ബിഫോർ ഡ്രോയിങ് എ സെക്കൻഡ് കാർഡ്. അതായത് ഇപ്പം നമുക്ക് ഡ്രോയിങ് കാർഡിന് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു കാർഡ് 52 കാർഡ്സ് ഉള്ള ഒരു ഡെക്ക് ഓഫ് കാർഡിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാർഡ് എടുക്കുകയാണ്. ആ കാർഡ് എടുത്തിട്ട് നമ്മൾ അതിൽ തന്നെ വെച്ചു വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ തന്നെ വെച്ചു, നമ്മളൊരു കാർഡ് എടുത്തു, നമുക്ക് കിട്ടിയ കാർഡ് റെഡ് ക്വീൻ ആണെന്ന് വിചാരിക്കുക, ക്വീൻ ഓഫ് റെഡ് ആണ്, നമ്മളത് തിരിച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത കാർഡ് എടുത്തു. അപ്പോൾ അത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. കാരണം ഇത് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തത് എടുക്കുമ്പോൾ എന്ത് വരുന്നില്ല, പ്രശ്നങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി മറ്റേ പ്രോബബിലിറ്റി ആയിട്ട് ചേഞ്ച് ആവുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിന് ഈ കാർഡ് എടുത്ത് റെഡ് ക്വീൻ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചു, നമ്മൾ തിരിച്ച് അതിലേക്ക് വെക്കാണ്ട് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് 52 കാർഡ്സ് ഉണ്ടായിരുന്നപ്പോൾ എത്ര കാർഡ്സായി, 51 കാർഡ്സായി. അപ്പോൾ ആദ്യത്തെ ഹാപ്പൻ ചെയ്ത ഇവൻറ്റ് കാരണം രണ്ടാമത് ഹാപ്പൻ ചെയ്യാൻ പോകുന്ന ഇവൻറ്റിൽ ചേഞ്ചസ് ഉണ്ടാവുകയാണ്. അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. A box contains 5 red balls and 3 black balls. If one ball is drawn at random, find the probability that it is a red ball. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി കാണാനാണ്. 5 റെഡ് ബോൾ ഉണ്ട്, 3 ബ്ലാക്ക് ബോൾ ഉണ്ട്, ഒരു ബോൾ റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് റെഡ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫോർമുല, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം, അതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബോൾസ് ഇൻ ബോക്സ് എത്രയാണ്, 5 റെഡും 3 ബ്ലാക്കും ഉണ്ട്, അതായത് ടോട്ടൽ 8 ബോൾസ് ഉണ്ട്. ഫേവറബിൾ ഔട്ട്കം എത്രയാണ്, 5, അതായത് 5 റെഡ് ബോൾസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി എങ്ങനെ വരും, 5/8, അതായത് 0.625
അടുത്തത് വാട്ട് ആർ ദ കീ പ്രോപ്പർട്ടീസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കീ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ ഇറ്റ് ഡീൽസ് വിത്ത് എ ഫിക്സഡ് നമ്പർ ഓഫ് റിപ്പീറ്റഡ് ട്രയൽസ് ഡിനോട്ടഡ് ബൈ എൻ. അപ്പോൾ അത് എന്ന് പറയുന്ന ഫിക്സഡ് നമ്പർ ഓഫ് റിപ്പീറ്റഡ് ട്രയൽസിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത്. അപ്പോൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഫിക്സഡ് നമ്പർ ഓഫ് റിപ്പീറ്റഡ് ട്രയൽസ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഈച്ച് ട്രയൽ ഹാസ് ഓൺലി 2 പോസിബിൾ ഔട്ട്കംസ്, സക്സസ് ഓർ ഫെയിൽ. അപ്പോൾ ഏതൊരു ട്രയൽ എടുത്താലും ആ ട്രയലിന് ആകെ 2 പോസിബിൾ ഔട്ട്കമേ ഉണ്ടാവുള്ളൂ, ഒന്നില്ലെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് റിമെയിൻസ് എക്സാക്ട്ലി ദ സെയിം ഫോർ എവറി സിംഗിൾ ട്രയൽ. എല്ലാ ട്രയലിലും നമ്മളിപ്പോൾ ഒരു തവണ ട്രയൽ ചെയ്തോട്ടെ, 2 തവണ ട്രയൽ ചെയ്തോട്ടെ, 3 തവണ ട്രയൽ ചെയ്തോട്ടെ, എല്ലാ ട്രയലിനും എന്താണ് സക്സസ്, അതായത് പി എന്ന് പറയുന്ന വേരിയബിൾ സക്സസ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് എപ്പോഴും എന്തുതന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അത് ഓരോ ട്രയലിനും മാറി മാറി നിൽക്കില്ല. ഇറ്റ്സ് മീൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് എൻ പി ആൻഡ് വേരിയൻസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എൻ പി ക്യു. അപ്പം മീൻ നമ്മൾ എൻ ഇൻറ്റു പി ആണ് ചെയ്യുക, വേരിയൻസ് നമ്മൾ എൻ ഇൻറ്റു പി ഇൻറ്റു ക്യു ആണ് ചെയ്യുക. In a Poisson distribution, if mean value is 3, find its standard deviation. അപ്പോൾ mean value 3 ആണെന്ന് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇൻ Poisson distribution, a key property is that its mean is always equal to its variance. അപ്പോൾ മീനും വേരിയൻസും എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണെങ്കിൽ വേരിയൻസ് 2 സ്ക്വയർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണെങ്കിൽ വേരിയൻസ് 1 സ്ക്വയർ ആയിരിക്കും. വേരിയൻസ് 5 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √5 ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പോൾ ഇവിടെ therefore if mean is equal to 3, variance is equal to 3. മീൻ 3 ആണെങ്കിൽ വേരിയൻസ് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ വേരിയൻസ് 3 ആണ്, അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? √3 ആയിരിക്കും. അപ്പോൾ √3 അത് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? 1.732. Distinguish between a sample statistic and a population parameter. A population parameter is a statistical value calculated from the entire group or population under study. അതായത് നമ്മൾ പഠിക്കുന്ന ആ ഫുൾ പോപ്പുലേഷനെയാണ് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആവാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റഡി ചെയ്യുകയാണ്, ബിസിനസ്സിൻ്റെ എന്തോ ഒരു കാര്യം ആയിക്കോട്ടെ, നമ്മളത് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റഡിയിൽ ഉൾപ്പെടുന്ന എല്ലാ നമ്മൾ ഏത് ഗ്രൂപ്പിനെ പറ്റിയാണോ പഠിക്കുന്നത് ആ ഗ്രൂപ്പിനെ ഫുള്ളായിട്ട് പറയുന്നതാണ് പോപ്പുലേഷൻ എന്ന്. പോപ്പുലേഷൻ പാരാമീറ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ. പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ ആണ്. എന്തിന്? കാൽക്കുലേറ്റഡ് ഫ്രം ദി എൻറ്റയർ ഗ്രൂപ്പ് ഓർ പോപ്പുലേഷൻ അണ്ടർ സ്റ്റഡി. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂനെയാണ് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ മീൻ ഡിനോട്ടഡ് ബൈ വ്യൂ. അപ്പോൾ പോപ്പുലേഷൻ മീൻ ആ ടോട്ടൽ പോപ്പുലേഷൻ്റെ മീൻ, ആ പോപ്പുലേഷൻ അങ്ങനെ. A sample statistic is a statistical value calculated only from a small selected group or sample of that population. അപ്പോൾ സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? ഈ ഫുൾ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവരുടെ എന്ത് ചെയ്യില്ല, നമ്മൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് BBA സ്റ്റുഡൻസ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇയറിലെ ഫുൾ BBA സ്റ്റുഡൻസ് ആണ് എൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എല്ലാ കുട്ടികളുടെടുത്തും പോയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ക്വസ്റ്റ്യനെയർ ചെയ്യുകയൊന്നും ചെയ്യില്ല, ഇൻ്റർവ്യൂ ചെയ്യുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ അതിന് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യും. ഈ ഫസ്റ്റ് ഇയറിൽ നിന്ന് കുറച്ച് കുട്ടികളെ, സെക്കൻഡ് ഇയറിൽ നിന്ന് കുറച്ച് കുട്ടികളെ, തേർഡ് ഇയറിൽ നിന്ന് കുറച്ച് കുട്ടികളെ. അപ്പോൾ ഈ കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിൾ എന്ന് പറയും. ഇപ്പോൾ ഈ കുട്ടികൾ അവർ സെലക്ട് ചെയ്ത കുട്ടികളിലാണ് സാമ്പിൾ, അതായത് ഫുൾ പോപ്പുലേഷനിൽ ഞാൻ കുറച്ച് സാമ്പിൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാമ്പിളിങ്. അതായത് ഒരു പോപ്പുലേഷൻ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ആ ഒരു പ്രോസസ്സിനെ പറയുക എങ്ങനെയാണോ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് സാമ്പിളിങ് എന്ന്. അപ്പോൾ ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആ സെലക്റ്റഡ് ഗ്രൂപ്പ്, സ്മോൾ ഗ്രൂപ്പിനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ മീൻ അങ്ങനത്തെ സാമ്പിൾ ആയിട്ട് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂവിനാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. What is difference between probability sampling and non-probability sampling? In probability sampling, every single item in the population has a non and equal chance of being selected for the sample. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ സാമ്പിളിംഗ് എന്നുള്ളത് അല്ലേ. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോപ്പുലേഷനിൽ സാമ്പിളിൽ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് സാമ്പിളിംഗ്. അപ്പോൾ എല്ലാ ഐറ്റത്തിനും, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ എന്താ പറയുക, എല്ലാ ഫസ്റ്റ് ഇയറിലത്തെ എല്ലാ കുട്ടികൾക്കും, സെക്കൻഡ് ഇയറിലത്തെ എല്ലാ കുട്ടികൾക്കും, തേർഡ് ഇയറിലത്തെ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആൻഡ് ഈച്ച് ആൻഡ് എവരി സിംഗിൾ പേഴ്സൺ, എല്ലാ ആൾക്കാർക്കും എന്തുണ്ട്? ഈക്വൽ ചാൻസസ് ആണ്, സെലക്ട് ചെയ്യാനുള്ള ഈക്വൽ ചാൻസ് ഉണ്ട്. ഞാൻ അത് 2-3 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാ ആൾക്കാർക്കും എന്താണ്? ഈക്വൽ ചാൻസ് ആണ് ഉള്ളത്. അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ലോട്ടറി മെത്തേഡ് ഒക്കെ. ഇനി നോട്ട് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഐറ്റംസ് ആർ ചൂസൺ ബേസ്ഡ് ഓൺ ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓർ കൺവീനിയൻസ് ഓഫ് ദി റിസർച്ചർ, സോ എവരി വൺ ഡസ് നോട്ട് ഗെറ്റ് ആൻ ഈക്വൽ ചാൻസ്.
എക്സാമ്പിൾ കൺവീനിയൻസ് സാമ്പിളിംഗ്. അത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഇയറിൽ കുറച്ച് അറിയുന്ന കുട്ടികളുണ്ട്, സെക്കൻഡ് ഇയറിലും കുറച്ച് അറിയുന്ന കുട്ടികളുണ്ട്, തേർഡ് ഇയറിലും കുറച്ച് അറിയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ഇവരിനെ മാത്രം വിളിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ചാൻസസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് അറിയുന്ന കുട്ടികൾക്ക് മാത്രമാണ് കൂടുതൽ ചാൻസ് ഉള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന അതായത് ആ പോപ്പുലേഷനിലുള്ള ഈച്ച് ആൻഡ് എവരി പേഴ്സണിനും എന്തില്ല, അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവരി ഐറ്റത്തിനും ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഈക്വൽ ചാൻസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറയുന്നതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന്. Define the terms correlation and regression. Correlation measures the strength and direction of the linear relationship between two variables. അപ്പോൾ രണ്ട് വേരിയബിൾസിൻ്റെ ലീനിയർ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും മെഷർ ചെയ്യുന്നതാണ് കോറിലേഷൻ. ഇറ്റ് ടെൽസ് us how closely they move together. എത്ര ക്ലോസ് ആയിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്, ആ രണ്ട് വേരിയബിളും എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, ആ രണ്ട് വേരിയബിളും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതായത് രണ്ടും പോസിറ്റീവ്ലി ആണോ, രണ്ടും അത് ഒന്നൊരു സൈഡിലേക്കും ഒന്ന് മറ്റേ സൈഡിലേക്കും ആണോ, അപ്പോൾ ആ രണ്ട് വേരിയബിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോറിലേഷൻ. റിഗ്രഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ടു എസ്റ്റിമേറ്റ് ഓർ പ്രിഡിക്ട് ദ വാല്യൂ ഓഫ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ബേസ്ഡ് ഓൺ ദ അൺനോൺ വാല്യൂ ഓഫ് എൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇതിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ എന്താണ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ നോൺ വാല്യൂ ഓഫ് കേട്ടോ. അപ്പോൾ റിഗ്രഷൻ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ. അതെന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. അത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്നിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ഓർ പ്രെഡിക്റ്റ് ദ വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യും. എങ്ങനെ? ബേസ്ഡ് ഓൺ ദ നോൺ വാല്യൂ ഓഫ് എൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. What is a secular trend in a time series? A secular trend is the long-term tendency of data to move smoothly in an upward, downward or stable direction over a long period of time. For example, the steady increase in a country's population or the long-term growth of interest usage over decades. അപ്പോൾ എന്താണ് പറയുന്നത്? സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത് ലോങ് ടേം ടെൻഡൻസി ഓഫ് ഡാറ്റ ടു മൂവ് സ്മൂത്ത്ലി ഇൻ ആൻ അപ്വേർഡ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഡാറ്റ, ആ ഡാറ്റ ഒന്നില്ലെങ്കിൽ അപ്വേർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ലോങ് ടേമിൽ പോവുകയാണ്. അതായത് ഒന്ന് മേലേക്ക് പോയി പിന്നെ താഴേക്ക് വന്നു, പിന്നെ വീണ്ടും മേലേക്ക് പോയി പിന്നെ വീണ്ടും താഴേക്ക് വന്നു, അങ്ങനെയല്ല. ആ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റ ഡയറക്ഷനിലേക്ക് പോകണ്ടാവുള്ളൂ, ഒന്നില്ലെങ്കിൽ മേലേക്ക്, അല്ലെങ്കിൽ താഴത്തേക്ക്, അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ അങ്ങനെ സെയിം ഡയറക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത് സ്റ്റഡി ഇൻക്രീസ് ഇൻ എ കൺട്രീസ് പോപ്പുലേഷൻ. അപ്പോൾ കൺട്രിയുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതേപോലെ ലോങ് ടേം ഗ്രോത്ത് ഓഫ് ഇൻ്റർനെറ്റ് യൂസേജ് ഓവർ ഡിക്കേഡ്സ്. അപ്പോൾ ഇപ്പോൾ എന്താണ് ലോങ് ടേം ഗ്രോത്ത് ഓഫ് ഇൻ്റർനെറ്റ് യൂസേജ്, ഇപ്പോൾ ഉള്ള ഇൻ്റർനെറ്റ് യൂസേജ്, അതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. വാട്ട് ഈസ് ഫിഷസ് ഇൻഡെക്സ് കോൾഡ് ദ ഐഡിയൽ ഇൻഡെക്സ്? ഫിഷേഴ്സ് ഇൻഡെക്സ് കോൾഡ് ദ ഐഡിയൽ ഇൻഡെക്സ്. എന്തുകൊണ്ടാണ് ഫിഷേഴ്സ് ഇൻഡെക്സ് ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഫിഷേഴ്സ് ഇൻഡെക്സ് ഈസ് കോൾഡ് ദ ഐഡിയൽ ഇൻഡെക്സ് ബിക്കോസ് ഇറ്റ് യൂസസ് ജിയോമെട്രിക് മീൻ ടു കമ്പൈൻ ബേസ് ആൻഡ് കറണ്ട് ഇയർ ഡാറ്റ. എന്ത് ചെയ്യുന്നുണ്ട്? ജിയോമെട്രിക് മീൻ യൂസ് ചെയ്യുന്നുണ്ട്. ബേസ് ഇയറത്തെയും കറണ്ട് ഇയറത്തെയും ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജിയോമെട്രിക് മീൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് യൂസസ് ബോത്ത് ബേസ് ആൻഡ് കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസ് ആസ് വെയ്റ്റ്സ്. അപ്പോൾ ഇവിടെ എല്ലാ ബേസ് ഇയറിൻ്റെയും കറണ്ട് ഇയറിൻ്റെയും ക്വാണ്ടിറ്റീസ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നുണ്ട്? വെയ്റ്റ്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് സക്സസ്ഫുള്ളി സാറ്റിസ്ഫൈ ബോത്ത് ദ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് ദ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. അത് മാത്രമല്ല, ഇത് എന്ത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്? ടൈം റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. കറണ്ട് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഇയർ. ബേസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ മുമ്പത്തെ ഏതെങ്കിലും ഒരു വർഷവും എടുത്തിട്ടുണ്ടാവും, അതിനാണ് ബേസ് ഇയർ എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ടും കൂടിയും ജോമെട്രിക് മീനിലാണ് ഫിഷർ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത്, ജോമെട്രിക് മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്.